ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈസ്റ്റും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബട്ടൂര റെസിപ്പി, അതുപോലെ ഒരു ദാബ സ്റ്റൈലുള്ളൊരു പനീർ മസാലയും കൂടെയാണ് കാണിക്കുന്നത്. ഈ ബട്ടൂരക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു പനീർ മസാല. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ബട്ടൂരക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം പുളിപ്പും തണുപ്പും ഇല്ലാത്ത തൈര് എടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും തണുപ്പുണ്ടാവരുത്. ഈ തൈരും പാലും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്കിത് കപ്പിൽ അളന്നെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. അപ്പോൾ എല്ലാം ഒരു ഗ്ലാസ് തന്നെ അളന്നെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 3 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സിനാണ് അളക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് തന്നെ പൊടി നിങ്ങൾ അളന്നെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 3 കപ്പിന് ഞാൻ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഗോതമ്പിൽ മാത്രം ചെയ്തിട്ടുള്ള ഒരു ബട്ടൂരൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മതിയിട്ട്, അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇനി കൈ വെച്ചിട്ട് നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാലിൻ്റെ ഈ ഒരു പൊടിയും പാലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ നമ്മൾ പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതന്നെ മതി. മാവ് പാകമായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് ഈസ്റ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചിലർക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് മടിയായിരിക്കും. ഇനി കുറച്ച് കരിഞ്ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനെ പനീർ മസാല റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 500 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് വലിയ ക്യൂബ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കാണാൻ ഭംഗിയുണ്ടാവും. ഇത് കുറച്ച് ചെറുതായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, മുളക്, മഞ്ഞളൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മസാല തേച്ചൊന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്താൽ മതി. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് ചേർക്കുക. ശരിക്കും പറഞ്ഞാൽ ദാബ സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് നമുക്ക് പുറത്തുനിന്നൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് മുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ഒന്ന് തട്ടിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് ചിലപ്പോൾ മിക്സ് ചെയ്താൽ എല്ലാ ഭാഗത്തേക്കും ആവില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് പ്ലേറ്റ് വെച്ചിട്ടൊന്ന് കുടഞ്ഞെടുത്താൽ മതി. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ വലിയ ക്യൂബ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ഇത് ഉണ്ടാവും കേട്ടോ. അത് ചെറിയ ക്യൂബ്സ് ആണെന്ന് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കാണാനുണ്ടാവില്ല. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ ഓയിൽക്ക് തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 ഗ്രാമ്പു, അതുപോലെ ഒരു 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഇത്രയും മതി കേട്ടോ സ്പൈസസ്. ഇതിനേക്കാളും കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മസാല കുത്തായിരിക്കും. അപ്പോൾ ഇത്രയും മതി. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 4-5 നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഉള്ളി വഴറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമ്മൾ വീണ്ടും വഴറ്റി കൊടുക്കുക. ആ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ല പോലെ വഴറ്റിയെടുക്കുമ്പോഴാണ് ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ.
ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. മുളക് പൊടി അപ്പോൾ നല്ല എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് മുളക് ചേർക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. നമ്മൾ ഹോളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ജീരകം നമ്മൾ പൊട്ടിച്ചിട്ടും ചേർത്തിട്ടുണ്ട്, ജീരകം പൊടിയായിട്ടും ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കടലപ്പൊടി നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ, എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി ഒരു മസാല നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. ആ ഒരു മസാലേൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വഴറ്റരുത്, മസാല ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിയും. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നമ്മൾ അരച്ചിട്ടല്ല ചേർക്കുന്നത് കേട്ടോ, ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി ആ ഒരു പീസുകൾ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്, മസാല കുറച്ചും കൂടെ കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ആവശ്യത്തിന് കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിൽ ഉള്ളിയിൽ നമ്മൾ ഉപ്പിട്ടതുകൊണ്ട് തന്നെ മസാലയിൽ പ്രത്യേകിച്ച് ഉപ്പ് ചേർത്തിട്ടില്ല, അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ പനീറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ രണ്ടും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഇനി നല്ല പോലെ തൈരും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് ആ തൈരും കൂടെ ഒന്ന് മൂത്ത് വരണം. അതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല കേട്ടോ, കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവയില ഉണക്കി പൊടിച്ചതാണ് അത് ഉണ്ടെങ്കിൽ ചേർക്കുക, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പനീറും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് എണ്ണ തെളിയുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാ മസാലയും കൂടെ പനീറിലൊന്ന് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് വരുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ബട്ടൂരയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടൊന്നും ലൂസാക്കി എടുക്കരുത് നിങ്ങൾ, എന്നാലും നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മല്ലിയില ചേർത്തിട്ടില്ല, മല്ലിയിലും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബട്ടൂരയുടെ മാവ് കുഴച്ച് വെച്ചതൊക്കെ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതെടുത്തിട്ട് നമുക്ക് പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1/2 മണിക്കൂർ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കറി ഉണ്ടാക്കണ ആ ഒരു സമയം മതിയിട്ട് ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൂരിയുടെ ഷേപ്പിൽ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പൊടിയിട്ടതിന് ശേഷം പരത്തിയെടുക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒട്ടിപ്പിടിക്കണം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് ഒരു ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഒരു 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുകയാണ്. പൂരിയൊക്കെ നമ്മൾ ഇത് റൗണ്ടായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പൂരിയുടെ ഒക്കെ ആ ഒരു സെയിം ഇതാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി പ്രത്യേകിച്ച് ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയം തന്നെ നിങ്ങൾ ഓയിൽ ചൂടാക്കാനായിട്ടൊന്ന് സ്റ്റൗ കത്തിച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പരത്തലും ഫ്രൈ ചെയ്യലും ഒരുമിച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കൂടുതൽ സമയമൊന്നും ഇതിന് ആവശ്യമായിട്ട് വരുന്നില്ല കേട്ടോ. പൂരി ഉണ്ടാക്കുന്ന അത്രയും സമയം തന്നെ നമുക്ക് ഇതിനും മതി. പക്ഷെ പൂരിനേക്കാളും നല്ല ടേസ്റ്റാണ് ബട്ടൂര. നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുള്ളൂ. കാണുമ്പോൾ പൂരിയുടെ ഒക്കെ ആ ഒരു ഇതാണെങ്കിലും കഴിക്കുന്ന സമയത്ത് ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. ഇനി നമ്മളിത് ഓയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ചൂടായ ഓയിലിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓയിൽ നല്ല ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ.
പൊങ്ങിയതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കോരി മാറ്റിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ചട്ടകം കൊണ്ട് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം പൊങ്ങി കിട്ടും. ഇല്ലെങ്കിൽ സ്വയം പൊങ്ങണില്ല എന്നുണ്ടെങ്കിൽ ആ ചട്ടകം വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. എന്നാൽ കറക്റ്റായിട്ട് തന്നെ നല്ലതായിട്ട് പൊങ്ങി വരും. അപ്പോൾ നല്ല നമ്മൾ പൂരിയുടെ പോലെ അല്ല കേട്ടോ, നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മുഴുവനൊന്നും ഫ്രൈ ചെയ്യുന്നത് ഞാൻ കാണിക്കണില്ല. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യുന്നത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണുള്ളൂ. അപ്പോൾ എല്ലാം ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്യുക. ഒരുപാട് തീ കൂട്ടി വെക്കാണ്ടിരിക്കുക. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നമ്മൾ പാലിലൊക്കെ കുഴച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തീ, നമ്മളെ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം തീ നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഓയിലൊന്നും കുടിക്കൂല കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാം ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റ്, ബേക്കിംഗ് സോഡ ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആർക്കും അധികം ഇത് ഉണ്ടാക്കാറില്ല. പൂരിയൊക്കെ ആവും എപ്പോഴും ഉണ്ടാക്കുക. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ വീട്ടിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും ഇതേ രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടിയിൽ ചെയ്ത സമയത്ത് ഞാൻ റവ ഉള്ളതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റവ ഇല്ലാതെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗോതമ്പ് ചേർത്ത ആ ഒരു ഇതിന് നിങ്ങളൊരു 3/4 കപ്പ് ഗോതമ്പ് മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ തന്നെ പാല്, തൈര് ഇതൊക്കെ ചേർത്തിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ഭട്ടൂര ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായാലും നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഡെയിലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.